നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിമാനത്തിനുള്ളിൽ സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിച്ച് യാത്രക്കാരന് പരിക്കേറ്റു. ഈ വാർത്തയാണ് പ്രവാസി മലയാളിയിൽ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എയർ ഏഷ്യ വിമാനത്തിലാണ് സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിച്ച് യാത്രക്കാരന് പരിക്കേറ്റത്. ഇതേ തുടർന്ന് വിമാനം ഹോ ചി മിൻ സിറ്റിയിലേക്ക് തിരിച്ചു വിടേണ്ടി വന്നു. അപകടത്തിൽ യാത്രക്കാരന് 20% പൊള്ളലേറ്റു. അടിയന്തര ഇടപെടലിലൂടെ വൻ ദുരന്തമാണ് ഒഴിവായത്. ക്വാലാലംപൂരിൽ നിന്നും ഹോങ്കോങ്ങിലേക്കുള്ള യാത്രക്കിടെയാണ് എയർബസ് A320-299 വിമാനത്തിൽ അപകടം സംഭവിച്ചത്. ഹോ ചി മിൻ സിറ്റിയുടെ തെക്ക് 200 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ 35,000 അടി ഉയരത്തിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഫോൺ ദുരന്തം. ഫോൺ പൊട്ടിത്തെറിയിൽ യാത്രക്കാരന്റെ പിൻഭാഗം, ഇടത് കാൽ, ഇടത് തുട, ഇടത് കൈ എന്നിവയ്ക്ക് പൊള്ളലേറ്റു. ശരീരത്തിന്റെ 20% വരെ പൊള്ളലേറ്റിട്ടുണ്ട്. ക്യാബിൻ ക്രൂ അടിയന്തര ഇടപെടലിലൂടെ തീ അണയ്ക്കുകയും യാത്രക്കാരന് പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു. അപകടം സംഭവിച്ചു 35 മിനിറ്റിനു ശേഷമാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. ക്രിസ്മസ് ദിനത്തിൽ എയർ ഏഷ്യ വിമാനത്തിലായിരുന്നു സംഭവം. അപകടത്തിൽ യാത്രക്കാരന് 20% പൊള്ളലേറ്റു. ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിയന്തര ഇടപെടലിലൂടെ വൻ ദുരന്തം ഒഴിവാക്കാനായെന്ന് യാത്രക്കാരും പറയുന്നു. എന്തായാലും യാത്രക്കാരൊക്കെ വലിയ ആശ്വാസത്തിൽ തന്നെയാണ്. ക്വാലാലംപൂരിൽ നിന്നും ഹോങ്കോങ്ങിലേക്കുള്ള യാത്രക്കിടെ എയർബസ് A320-299 വിമാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഹോ ചി മിൻ സിറ്റിയുടെ തെക്ക് 200 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ 35,000 അടി ഉയരത്തിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഫോൺ ദുരന്തം. വിസ്മാർട്ട് ജോയ് OnePlus മോഡൽ ഫോണാണ് പൊട്ടിത്തെറിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തെ തുടർന്ന് വിമാനം ഹോ ചി മിൻ സിറ്റിയിലേക്ക് തിരിച്ചുവിടേണ്ടി വന്നു. എന്തായാലും ഫോൺ പൊട്ടിത്തെറിച്ചുവെങ്കിലും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവന് വലിയ ആപത്തുകൾ സംഭവിച്ചിരുന്നില്ല. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.